ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ചിറ്റ് വീഡിയോ ആണ് കേട്ടോ. ടോപ്പിക് എന്ന് പറയാനായിട്ട് ഹെയർ കെയർ റൂട്ടീൻ എൻ്റെ പിള്ളേരുടെ എനിക്ക് 3 പിള്ളേരാണ്, 3 പെൺപിള്ളേരാണ്. അപ്പം ഇവരൊക്കെ നമ്മൾ നോക്കി ഒക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറേ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എനിക്ക് 3 പേരാണ്. 3 പേരും ജനിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു, എക്സെപ്റ്റ് രണ്ടാമത്തെ ആൾക്ക് കേട്ടോ. രണ്ടാമത്തെ ആളെന്ന് പറയുമ്പം അവൾ ജനിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കുമ്പം അവൾക്ക് മുടി ഒട്ടും എന്താ പറയുക, ഒട്ടും ഇല്ലയെന്നല്ല, മുടിയുണ്ട്, പക്ഷെ ഭയങ്കര ഫൈൻ തിൻ ഹെയറും അധികം ഉള്ളൊന്നുമില്ല. അതേസമയം മൂത്ത ആളുടെയും ഏറ്റവും ഇളയ ആളുടെയും ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉള്ളും നല്ല മുടിയുള്ളൊരു കുട്ടികളായിരുന്നു. അതിൽ ഏറ്റവും ചെറുതിൻ്റെയാണ് ശരിക്കും നല്ല നല്ല കട്ടിയുള്ള മുടി എന്ന് പറയാമെന്ന് വെച്ചാൽ, അവൾ ജനിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും നഴ്സുമാരെല്ലാവരും ഇങ്ങനെ വന്ന് പറയണത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല മുടിയുള്ള കൊച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അത് ആണ് ശരിക്കും ഫസ്റ്റ് ഞാനും ശ്രദ്ധിച്ചത് കേട്ടോ, അവൾ ജനിച്ചു കഴിഞ്ഞപ്പം. അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ, നമ്മളിങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ സ്പെഷ്യലി ഹെയർ കെയറിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പം കുറേ പേരുടെ മീൻസ് ഈ യൂട്യൂബ് വീഡിയോ കാണിക്കുന്നവർ, ഹെയർ കെയറിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണിക്കുന്നവർ, അവരുടെയൊക്കെ മുടി നല്ല തിക്കും നല്ല നീളവും നല്ല ഉള്ളുള്ള മുടി, നല്ല എന്താ പറയുക, ഒരു മുടിയുടെ സ്ട്രാൻഡ് തന്നെ ഭയങ്കര നല്ല കട്ടിയുണ്ടാവും. അപ്പം അവരുടെയൊക്കെ എന്ന് പറയുമ്പോൾ ഓൾറെഡി ജനറ്റിക്കലി നല്ല ഉള്ളും നല്ല കട്ടിയും നല്ല എന്താ പറയുക നീളം വയ്ക്കുന്ന മുടിയാണ്. അപ്പം അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ, ഓക്കെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, ഇവർ ജനറ്റിക്കലി അങ്ങനെ ഉള്ളവരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക എന്നതുള്ളതാണ്. പിന്നെ ഉള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ പറയും 90% ചിലപ്പോൾ അങ്ങനെ ജനറ്റിക്കലി നല്ല മുടിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ജനറ്റിക്കലി അങ്ങനെ മുടി കിട്ടാൻ സാധ്യതയുള്ള അവരായിരിക്കും. ബാക്കി 10% എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഹെയർ കെയർ ജേണി ആയിരിക്കും. അവർക്ക് അധികം ഉള്ളുണ്ടായിരുന്നുണ്ടാവില്ല, കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത്, ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെയർ കളറിങ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ മുടിയെ തിരികെ വളർത്തി കൊണ്ടിരുന്നവർ അവരെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കാണുമ്പം അത് അങ്ങനത്തെ കുറേ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് യെസ് അത് കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനത്തെ ഒരു വിഷമം ഉള്ള സമയത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെയും എൻ്റെ മക്കൾ പോയിട്ടുണ്ട്. ഞാൻ പറയാം, മൂത്ത ആളെന്നൊക്കെ പറയുമ്പോൾ 9th 10th ഒക്കെ ആയപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു, ഈ ബോർഡ് എക്സാമിൻ്റെ പഠിത്തത്തിൻ്റെ സ്ട്രെസ്. അവളാണെങ്കിൽ വായിക്കുന്ന ഒരു കുട്ടിയാണ്, മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നു. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ നല്ല മുടിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനകത്തും വിട്ടുവീഴ്ച വന്നിരുന്നു എൻ്റെ മൂത്ത മോൾക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്ക് ഹെയർ ഉണ്ടായതൊക്കെ അവളായിട്ട് തന്നെ അവളുടെ ഓരോ റൂട്ടീൻ, അതായത് വെജിറ്റേറിയൻ, വീഗൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ മാറിയിരുന്നു കുറച്ച് നാൾ. അതിൽ നിന്ന് അവളുടെ എന്താ പറയുക, അത്രയും നാൾ നമ്മൾ എല്ലാം ഭക്ഷണം കൊടുക്കുകയും മുടി ഹെയർ കെയർ ചെയ്യുകയും ചെയ്തിട്ട് പെട്ടെന്ന് അവളുടെ ഇഷ്ടത്തിന് അവളതങ്ങ് മാറിയപ്പം അതിനുള്ളൊരു മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു കഥകൾ എന്ന് പറയുന്നത് വേറെയാണ്. ഞാനിപ്പം പ്രസൻ്റ്ലി എനിക്ക് ഏറ്റവും ഇപ്പം അവർ രണ്ടുപേരും വലുതായി. ഇപ്പം ഏറ്റവും താഴത്തെ കൊച്ചിൻ്റെ മുടിയാണ് ഞാൻ ഇപ്പോഴും രാവിലെ ഞാൻ കെട്ടിക്കൊടുക്കും. എന്നുവെച്ചാൽ അത്രയും തിക്ക് ഹെയറാണ്, അപ്പോൾ അവൾക്ക് ഒതുക്കി കെട്ടിക്കൊണ്ട് പോകണം. അപ്പം ബാക്കി എല്ലാ സമയങ്ങളിലും അവൾ തന്നെ ഇപ്പോൾ പുറത്ത് പോകാനൊക്കെ ആകുമ്പം അവൾ തന്നെയാണ് മുടിയൊക്കെ കെട്ടാറ്. പക്ഷേ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാനാണ് മുടി കെട്ടി കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഞാൻ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഞാൻ ഉപയോഗിക്കുന്നത് അവളുടെ മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ എന്തെല്ലാം പ്രോഡക്ട്സാണ് ഉപയോഗിക്കണമെന്നാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്കും കുട്ടികളൊക്കെ ഉണ്ടാവും കാണുന്നവർ, അപ്പോൾ അവരുടെ ഹെയർ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ, ഞാനതെന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയുമ്പം കുറേ സമയം എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ജസ്റ്റ് കറൻ്റ്ലി ഞാൻ അവളുടെ ഹെയർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് പ്രോഡക്ട്സൊക്കെ ഇവിടേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് തുടങ്ങാം.
ഓക്കെ, ഈ പ്രോഡക്റ്റ്സ് ഒക്കെ കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി കുറേ അല്ല, ഓരോന്ന് ഓരോ ആവശ്യങ്ങളാണ്. പിന്നെ ചിലത് എക്സ്ട്രാ ആണ് കേട്ടോ, ലൈക്ക് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ കഴിയാറായ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുടി കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവളുടെ മുടി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം വേവിയും താഴോട്ട് വരുമ്പോൾ ഒരല്പം കേളാണ് അവളുടെ മുടി. അപ്പം പിന്നെ ഭയങ്കര ഫ്രിസ്സാണ്, അതായത് എണ്ണയില്ലെങ്കിൽ അതിങ്ങനെ പറന്നൊക്കെ നിൽക്കും. പിന്നെ കട്ടിയും മുള്ളും ഒക്കെ ഉള്ളൊരു മുടിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഈ സ്കൂളിൽ പോകണ ഇങ്ങനെ ഒരു മുടി കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ശല്യം ഇല്ലേ, താരൻ ശല്യം ഇല്ലേ എന്നൊക്കെ ഒരു ചോദ്യം വരും ഇല്ലേ. അത് സ്വാഭാവികം, ഞാൻ അതെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ ഞാൻ വേറെ വീഡിയോ വേണമെങ്കിൽ ഇടാം, നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണ് ഈ പെയിൻ ഇല്ലാതെയും അതുപോലെ താരൻ ഇല്ലാതെയും അതുപോലെ ഹെയർ ഫോൾ ഞാനും അതും എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവളുടെ മുടിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുമ്പം അതിനൊരു വേറെ കാരണം ഉണ്ടായിരുന്നു കേട്ടോ, ഹെയർ ഫോളിന്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്ന ഹെയർ കെയർ ഒരു റൂട്ടീൻ, അവളുടെ മുടിയെ ഞാൻ കൊണ്ടു നടക്കുന്ന കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിലിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഓയിലിംഗ് എന്നുള്ളത്. ഓയിലിങ്ങിന് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ് ചെറുപ്പത്തിലേ തൊട്ട്. ഇപ്പോൾ അവൾ 9th സ്റ്റാൻഡേർഡിലാണ്, അവൾ 14 ഇയേഴ്സായി. അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ അവളുടെ മുടിയെന്നല്ല അവളുടെ സ്കാൽപ്പിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഓയിലാണ്, അതായത് വെളിച്ചെണ്ണ. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ കുക്കിങ്ങിന് അതന്നെ ഉപയോഗിക്കും, ഹെയർ ഓയിലിങ്ങിനും അതന്നെ ഉപയോഗിക്കുക. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പം കുറച്ച് ബൂസ്റ്റ് ചെയ്യണം. അത് അവളുടെ മുടി മാത്രമല്ല, മൂത്ത 2 പേരൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഇവളൊക്കെ ചെറുതാണല്ലോ, അപ്പോഴും ഞാൻ ഇവരുടെ ഹെയർ കെയറിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കും. അത് നമ്മുടെ കറിവേപ്പ്, ആര്യവേപ്പ്, കടുക്, ഉലുവ, ചുവന്നുള്ളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുണ്ടല്ലോ, കാച്ചാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അരച്ച് ഞാൻ എണ്ണയിൽ കാച്ചി എടുക്കും. എന്നിട്ട് അതാണ് ഞാൻ മിക്കതും യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ നോർമൽ വെളിച്ചെണ്ണ. ഇപ്പം കുറച്ച് റീസൺസൊക്കെ വന്നു, പിന്നെ അതുപോലെ കുറേ വീഡിയോസും റിസർച്ചും ഒക്കെ പറയുന്നുണ്ട് നമ്മളധികം വെളിച്ചെണ്ണ ഓയിലിംഗ്, വെളിച്ചെണ്ണയല്ല ഓയിലിംഗ് നമ്മളിങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യാൻ പാടില്ലാന്ന്. അത് വേറെ ഒരു പ്രശ്നങ്ങൾക്ക് വരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ പറയാൻ വരുമ്പോൾ വേറൊരു വീഡിയോ ശരിക്കും കണ്ടൻറ്റ് ചെയ്യാനുണ്ട് അതിനെക്കുറിച്ച്. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പം പിന്നെ എനിക്കത് ഡെർമറ്റോളജിസ്റ്റ് അതങ്ങനെ ഒരു റെക്കമെൻഡേഷനിലേക്ക് വന്നു, അവളുടെ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നപ്പം. അപ്പോൾ ഞാൻ ആ ഒരു 1.5 അടം വെച്ചുള്ളത്, അതായത് എനിക്കാണ് ഏകദേശം ഒരു ഇപ്പോൾ അവൾ 9, 6, 7 ഒക്കെ ആയപ്പോഴേക്കുമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും അവിടെ നിന്ന് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഒരു 2 കൊല്ലത്തെ ഇപ്പോൾ 2 കൊല്ലമായി ഞാൻ അങ്ങനെ 1.5 അടം വെച്ചൊന്നും ഞാൻ ഓയിലിംഗ് ഒന്നും ചെയ്യാറില്ല, ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്യാറുള്ളൂ. അതിപ്പോൾ വെളിച്ചെണ്ണ ആയാലും ഒരു കുഴപ്പമില്ല, കാച്ചെണ്ണ ആയാലും ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഈ ഒരു എണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇതിനു മുന്നേ ഞാൻ ഈ എന്താ പറയുക നമ്മൾ വെളിച്ചെണ്ണയിൽ ഞാൻ ആവണക്കെണ്ണ ഒഴിക്കാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ, അതും ഒഴിച്ച് ഞാൻ തന്നെ അതങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നാൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ റോസ്മേരി ഭയങ്കര നല്ലതാണെന്നുള്ളത് ഇപ്പോഴും ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നുണ്ട്, റോസ്മേരി ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ നമുക്കും ഉപയോഗിക്കാൻ തോന്നുമല്ലോ, അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് സോൾഫ്ലവർ. അത് ആമസോണിൽ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഓയിലാട്ടോ. അതായത് ഇപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ കുറേ വെളിച്ചെണ്ണ എടുത്ത് അല്ലെങ്കിൽ കുറേ എണ്ണ എടുത്ത് ഞാൻ അങ്ങോട്ട് സ്കാൽപ്പിൽ അങ്ങോട്ട് നിറച്ചിട്ട് മുടിയുമേയും നിറച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. ആവശ്യത്തിന് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. വെളിച്ചെണ്ണ ആയാലും ശരി, കാച്ചിയതായാലും ശരി, ഇനിയിപ്പോൾ ആവണക്കെണ്ണ വെളിച്ചെണ്ണയിലായാലും ശരി, ഇതായാലും ശരി, നമ്മൾ ആവശ്യത്തിന് മാത്രം സ്കാൽപ്പിൽ മാത്രം നമ്മൾ തേക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ബാക്കി വരണം നമ്മുടെ കയ്യിലുള്ള എണ്ണയൊക്കെ വേണമെങ്കിൽ ആ മുടിയിലേക്ക് ഒന്ന് കൊടുക്കാം. അത്രയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എൻ്റെ മോളുടെ അങ്ങനെ ഒരു റൂട്ടീനിലേക്ക് വന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ.
അതുപോലെ നമ്മൾ ഒരു 15-20 മിനിറ്റ് കൂടി ഒന്ന് അരമണിക്കൂർ ഇത് തലയിൽ വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോഴേക്കും ആ സ്കാൽപ്പിന് വേണ്ട സംഭവങ്ങളൊക്കെ സ്കാൽപ്പ് എടുത്തിട്ടുണ്ടാകും. ബാക്കി വെറുതെ എണ്ണ അവിടെ ഇങ്ങനെ തലയിലിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഷാമ്പു ചെയ്ത് കളയട്ടെ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ നമ്മൾ ഓയിലിംഗ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് ഓയിലിങ്ങിൻ്റെ കാര്യം. ഷാമ്പു ഞാൻ ലാസ്റ്റ് കാണിക്കാം, ഞാൻ കൂടുന്നില്ല. ഷാമ്പു എപ്പോഴും ഏതെങ്കിലും മൈൽഡ് ഷാമ്പൂസ്, അങ്ങനെ ഇന്നത് പ്രത്യേകിച്ച് ഷാമ്പു എന്നില്ല. പിന്നെ മോൾക്ക് ഫ്രിസി ഹെയർ ആണ്, ഇങ്ങനെ പെട്ടെന്ന് ഫ്രിസി ആവും, ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. മുടി ഭാഗം ഉണ്ടോ, ഹെയർ, സ്കാൽപ്പല്ല. അപ്പം മോയ്സ്ചർ കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ ഹൈലറോണിക് കണ്ടൻറ്റുള്ള ഒരു ഷാമ്പു ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഷാമ്പൂവിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഷാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഷാമ്പൂവിനില്ല. ഷാമ്പൂവിൽ ഹെയർഫുൾ ഷാമ്പൂ, ഡാൻഡ്രഫ് ഷാമ്പൂ എന്നൊക്കെ പറയണത് ഒരു കാര്യമില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, ഒരു കാര്യമില്ല. ഡാൻഡ്രഫ് നിങ്ങൾക്ക് ശല്യം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ളത് വേറെ വീഡിയോ ഞാൻ പറയാം കേട്ടോ. അപ്പം ഷാമ്പൂ കഴിഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഹെയർ മാസ്കും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എണ്ണ സ്കാൽപ്പിലും ബാക്കി കയ്യിൽ വരുന്നത് കുറച്ച് മുടിമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി അതല്ല നിങ്ങൾക്ക് മാസ്കിങ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല, ഓയിലിംഗ് മാത്രം ഉള്ളെങ്കിൽ ഓയിലിംഗ് മാത്രം ചെയ്യാം. ആ മുടിമേയും ഓയിൽ അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായി ഷാമ്പു ചെയ്ത് ആ എണ്ണമയം എന്ന് പറയുന്നത് ഫുൾ കളയണം. ഒരു തുണ്ട് എണ്ണ നിൽക്കാൻ പാടില്ല. അപ്പം ഞാൻ ഈ മാസ്കൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. തലോട്ടിൽ, അതായത് സ്കാൽപ്പിൽ ഞാൻ ഓയിലിംഗ് ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കി എൻഡ്സ്, റൂട്ടിൻ്റെ അവിടുന്ന്, ഈ മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഹെയർ റൂട്ട്സിലായാലും കുഴപ്പമില്ല, സ്കാൽപ്പിലായാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഹെയർ മാസ്ക് നോക്കണം. ഗാർണിയറിൻ്റെ വേറൊരു ഹെയർ മാസ്ക് ഉണ്ട്, അത് അടിപൊളിയാണ്. അതും സ്കാൽപ്പിലായാലും ഒരു കുഴപ്പമില്ല, ഇത് സ്കാൽപ്പിലായാലും കുഴപ്പമില്ല. ഇതൊരു വലിയ ഡബ്ബയാണ്, കുറച്ച് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ കൂടുതൽ അവളുടെ ഹെയർമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്യും. ഓയിലിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഹെയറിലൊക്കെ മുകളിൽ തൊട്ട് താഴെ വരെ, അടി വരെ ഞാൻ ഇങ്ങനെ ഫുൾ നന്നായി മാസ്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി ഈ മാസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക്, അതാണ് ഞാൻ ഈ 2-3 ഐറ്റംസ് കൊണ്ട് പേടിക്കില്ലെന്ന് പറയണേ. ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഓഫർ കിട്ടിയത്, അതുകൊണ്ട് ഇതും വാങ്ങിച്ചു. അപ്പം ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ കണ്ടു. ഫ്രിസി ഹെയർ ആണെങ്കിൽ ഈ ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടീഷണർ ചെയ്തിട്ട് കളയില്ലേ, അങ്ങനെ ചെയ്യണം. പകരം നിങ്ങൾ ആദ്യം കണ്ടീഷണർ ഇടാം. കണ്ടീഷണർ ഇട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം നിങ്ങൾ കഴുകുക. അതായത് ഇപ്പോൾ ഈ നമ്മൾ ഓയിലിംഗ് ചെയ്യില്ലേ, ഓയിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് കൂടി ഒന്ന് അരമണിക്കൂർ വേണമെങ്കിൽ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഓയിലിംഗ് ചെയ്ത് ഷാമ്പു ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നരാടം വെച്ച് ചിലപ്പോൾ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഈ ലീവ് ഇൻ കണ്ടീഷണർ അല്ല ഞാൻ പറയുന്നത്, സാധാരണ കണ്ടീഷണർ, അത് ഒരിക്കലും സ്കാൽപ്പിൽ പോകാൻ പാടില്ല. ഈ മാസ്ക് ഒക്കെ ആണെങ്കിൽ സ്കാൽപ്പിലായാലും കുഴപ്പമില്ല, ഇത് സ്കാൽപ്പിലാവാൻ പാടില്ല. ജസ്റ്റ് ഹെയറിന് മാത്രം അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം കുളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഷാമ്പു ചെയ്യാം. അപ്പം നമ്മുടെ ഫ്രിസി ഹെയർ എന്നുള്ളത് ഇച്ചിരി കുറച്ചും കൂടി നന്നായി ഭേദമായിട്ട് സ്മൂത്ത്നെസ്സൊക്കെ കിട്ടും. അപ്പോൾ അതാണ്, അങ്ങനെയാണ്. ചില സമയത്ത് ഇതായിരിക്കും ഉപയോഗിക്കുക, ചില സമയത്ത് മാസ്ക് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണ്, ഓരോ അവൈലബിലിറ്റി അനുസരിച്ചിട്ടോ. പക്ഷേ കണ്ടീഷണർ ഒരിക്കലും ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കളയാൻ വെക്കേണ്ട. അതിനേക്കാൾ നല്ലത് ഷാമ്പു ചെയ്യണേക്ക് മുന്നേ കണ്ടീഷണർ ഇടുക എന്നുള്ളതാണ് കേട്ടോ. അതിപ്പോൾ ലീവിൻ കണ്ടീഷണർ ആയാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ കണ്ടീഷണർ. അപ്പോൾ അതാണ് ഈ ഒരു 2 സംഭവം. പിന്നെ കുളി കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ ഈ ഇങ്ങനെ ലീവിൻ കണ്ടീഷണർ അല്ലെങ്കിൽ ലീവിൻ ക്രീം, അത് മൂഡനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ എപ്പോഴും ചെയ്യും എന്ന് ഞാൻ പറയത്തില്ല, കുളി കഴിയുമ്പോഴൊക്കെ എപ്പോഴും ചെയ്യുന്നൊന്നും പറയത്തില്ല. ഇത് ആക്ച്വലി ഇങ്ങനെ അത്യാവശ്യം നല്ല കണ്ടൻറ്റാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ മറന്നിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, കമൻസിൽ എഴുതി ഓർമ്മിപ്പിക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതൊക്കെ ബി ബ്ലണ്ടിൻ്റെ ഉണ്ടോ. ഈ മാസ്കും ഈ കണ്ടീഷണറും ബി ബ്ലണ്ടിൻ്റെ ആണ്. ഇൻറ്റൻസ് ഹെയർ മാസ്ക്, സോൾഫ്ലവർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഇത് കേൾ വാന മോയ്സ്ചർ ലോക്ക്. ഇത് നല്ല രസം, നല്ല
കേൾ സ്റ്റൈലിങ്ങിന് പറ്റിയ ക്രീംസും മാസ്ക്സും ഒക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്, കണ്ടീഷണറൊക്കെ ആയാലും. ഇത് ഞങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യില്ല. ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി ഹെവി ആയിട്ട് തോന്നി പോകുന്നു. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ നമ്മുടെ ടോണറായിരുന്നു കേട്ടോ, അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിലിൽ നമ്മൾ ഈ ലീവ് ഇൻ ക്രീം അല്ലെങ്കിൽ ലീവ് ഇൻ കണ്ടീഷണർ കുറച്ചിടും, ഒരു ഇത്ര ഭാഗം, കുറച്ച് ഭാഗം മാത്രം. എന്നിട്ട് ബാക്കി ഡിസ്റ്റിൽഡ് വാട്ടർ, ഇതിപ്പോൾ കഴിഞ്ഞു, ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടർ ഞാൻ ഒഴിച്ചിട്ട് നന്നായി ഷേക്ക് ചെയ്യും. എന്നിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുക. എന്നിട്ട് അതായിരിക്കും ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് അവളുടെ ഹെയറിൻ്റെ അറ്റങ്ങൾ കേട്ടോ, അറ്റം ഭാഗങ്ങളൊക്കെ ഞാൻ ഈ ഒരു ലീവ് ഇൻ കണ്ടീഷണർ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്പ്രേ ചെയ്യും. അപ്പോൾ ഇച്ചിരിയും കൂടി എന്താ പറയുക, അതുമ്മയിട്ട് പണി ചെയ്യാനായിട്ട് സുഖമാണ് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ അതാണ് ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഇങ്ങനെ യൂസ് ചെയ്ത് എല്ലാ ദിവസവും സ്കൂളിൽ പോകണേക്ക് മുന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ അവളുടെ മുടിയുടെ എന്താ പറയുക ടെക്സ്ചറൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച്, വെള്ളം എന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാഫ് ഡ്രൈ ആവില്ലേ, പകുതി ഉണങ്ങിക്കഴിഞ്ഞാൽ മുടിയുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം. എനിക്കിങ്ങനെ ക്രീം എടുത്ത് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടം തോന്നിയത് ഇങ്ങനെ ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ രണ്ട് സംഭവം. പിന്നത്തേന്ന് പറയുന്നത് സീറംസ് ആണ്. സീറംസ് അത്യാവശ്യം ഒരു സംഭവമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ മുടി ഉണ്ടെങ്കിൽ അതിങ്ങനെ ചടയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഡീടാങ്കിൾ ആവാൻ, പെട്ടെന്ന് ചടയൊക്കെ പോവാനായിട്ട് ഈ ഒരു സീറം ഭയങ്കര നല്ലതാണ്, ബയോലേഷൻ്റെ. ഇതെൻ്റെ അനിയത്തിക്കും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സീറംസ് ഉപയോഗിക്കുന്ന ആളാണ് ഇവിടെ, മക്കൾക്കായാലും ഞങ്ങൾക്കായാലും ഒക്കെ. അപ്പം അവളുടെ മോൾക്കും ഇതുപോലെ നല്ല ഉള്ളുള്ളൊക്കെ ഒരു മുടിയാട്ടോ. അപ്പോൾ എപ്പോഴും എന്താ പറയുക, ഈ ചടകളെ നേരത്തൊക്കെ എപ്പോഴും ചിലപ്പോൾ വിഷമമായിരിക്കും പിള്ളേർക്ക്, വേദനയും കൊണ്ടേ. അപ്പോൾ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് നമ്മൾ മുടിയൊന്ന് ചെയ്യുക നോക്കിയാൽ ചട പെട്ടെന്ന് പോവുകയും ചെയ്യും. പിന്നെ ചീകുമ്പം ഒരു മിനിറ്റ്, ചീകുമ്പോൾ ഇതുപോലെ വൈഡ് കോമ്പ് ഉപയോഗിച്ച് ചീകാൻ നോക്കുക. മരത്തിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ നോക്കാം. എൻ്റെ കയ്യിൽ മരത്തിൻ്റെ ഉണ്ടായിരുന്നു. മരത്തിൻ്റെ ഇങ്ങനെ ഒരു ഹെയർ ബ്രഷ് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഹെയർ ബ്രഷ്, ഇങ്ങനത്തെ ഹെയർ ബ്രഷ് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മൂത്ത മോള് യൂസ് ചെയ്യുന്ന അവൾക്കാണ്, ഇപ്പോൾ അധികം ഉള്ളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഉള്ളുള്ള മുടികൾക്കൊന്നും ഇങ്ങനത്തെ ഉപയോഗിക്കരുത്. എപ്പോഴും ഇങ്ങനത്തെ വൈഡ് കോംസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് സീറംസ് നമ്മൾ സ്കാൽപ്പിൽ ഉപയോഗിക്കില്ല, ഇത് മുടിമ മാത്രം കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, മുകളിൽ തൊട്ട് താഴെ വരെ ഞാൻ ഈ സീറം അപ്ലൈ ചെയ്യും. അത് സ്കാൽപ്പിലേക്ക് പോകാണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ബയോലേഷ് പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ് ഈ ട്രെസ്സമ്മയുടെ. അവളുടെ മുടി ഇച്ചിരി ഇങ്ങനെ എന്താ പറയുക, ഇച്ചിരി ഹെവി ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഈ ഒരു ട്രെസ്സമ്മ യൂസ് ചെയ്താൽ. ഇത് ഇപ്പം എല്ലാ മുടികൾക്കും കുഴപ്പമില്ല. ഈ ഒരു സംഭവം ചിലപ്പോൾ ഈ എന്താ പറയുക കട്ടിക്കുറവുള്ള മുടികൾക്ക് ചിലപ്പോൾ ഇത് ഇച്ചിരി ഹെവി ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യായിരിക്കും. അവർക്കൊക്കെ ഇതായിരിക്കും നല്ലത്. ഇവളുടെ മുടിക്ക് ഇത് നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് ഇതിൻ്റെ വേറൊരു കഴിയാറായി, തുമ്പത്തായിരിക്കണം ഇനി. വേറൊരെണ്ണം അതിൻ്റെ തന്നെ ഒരു ചെറുത് വാങ്ങി, ട്രെസ്സമ്മയുടെ തന്നെ. ഇത് ഗ്ലോസ് അൾട്ടിമേറ്റ്. ഇതിന് മെക്കാഡമ ഓയിലും കൂടി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഈ സീറം. അതുകൊണ്ട് എല്ലാം നോക്കുമ്പോൾ ആകെ ഒരു പ്രോഡക്റ്റ്, പിന്നെ ഒരു ലീവ് ഇൻ ക്രീം, പിന്നെ ഒരു ഓയിൽ, പിന്നെ ഒരു മാസ്കിങ്, ഈ രണ്ട് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് ഒതുങ്ങിയിരിക്കണം മുടിയൊക്കെ. അപ്പം കെട്ടി വെച്ച് കഴിയുമ്പോൾ ഈ മോൾ ഭാഗമൊക്കെ നല്ല ഒതുങ്ങിയിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജോവീസ് ഹെർബൽ 100% പ്യുവർ അലോവേറ. ഈ ഒരു വലിയ ഡബ്ബ വാങ്ങിച്ചാൽ കുറേ നാൾ നിൽക്കുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം എടുത്താൽ മതി, കുറച്ചെടുത്താൽ മതി. നല്ലോണം ഇങ്ങനെ എന്താ പറയുക, പരന്നിങ്ങനെ ഒതുങ്ങി ഇരുന്നോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ ലൈറ്റ് വെയ്റ്റ് ഓയിലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു ജെല്ലാണ് യൂസ് ചെയ്യുക.
അപ്പോൾ യെസ്, ഇത്ര ഐറ്റംസ്. അതിനിടയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പും കൂടി കാണിക്കാം. അപ്പോൾ അതിൽ ഹെയർ കെയർ റൂട്ടീൻ ഏകദേശം ഇതിലൂടെ പൂർത്തിയാവും. ഇതാണ് അവൾ ഉപയോഗിക്കുന്ന ഷാമ്പു. ഹൈലറോണിക് ആസിഡ് കണ്ടൻ്റ് ഉള്ള ഒരു ഷാമ്പു ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടുന്ന ഒരു ഷാമ്പു ആണ്. ഞാനങ്ങനെ ഭയങ്കര ഇതൊക്കെയുള്ളൊരു ഷാമ്പു ഒന്നും നോക്കാറില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാമ്പുവും എന്നാൽ അധികം അഡ്വർടൈസ് ചെയ്യാത്ത ഷാമ്പൂസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാം. നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്ന ഷാമ്പൂസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കെമിക്കൽ അതിനകത്ത്. അതിൻ്റെ വേറെ എക്സ്പീരിയൻസൊക്കെ എനിക്കുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളോട് ഇപ്പോൾ പറയും, ഒരു കാരണവശാലും വെറുതെ ആവശ്യമില്ലാണ്ട് പരസ്യത്തിൽ കാണുന്ന ഷാമ്പൂസ് വാങ്ങിച്ച് അതുപോലെ മുടിയാവും എന്നുള്ള രീതിയിൽ ചിന്താഗതിയിൽ അത് യൂസ് ചെയ്യരുത്. ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. അതേസമയം നമുക്ക് എഫക്റ്റീവ് ആവുന്ന സംഭവങ്ങൾ, അതായത് ഓയിലിങ്ങിന് ശ്രദ്ധിക്കുക, നല്ലൊരു ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ മുടി ഫ്രിസി ആവാതെയും അതുപോലെ സ്പ്ലിറ്റൻസ് വരാതെയും മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് നല്ലൊരു മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ നല്ലൊരു സീറം ഉപയോഗിക്കുക അതിനും. പിന്നെ ഇത് വേണമെങ്കിൽ മതി. അവളുടെ ഇപ്പോൾ ഒരു കേളി ഹെയറും ഇച്ചിരി ലോങ് ഒക്കെ ആയതുകൊണ്ട് ഒതുങ്ങി നിൽക്കാൻ ഈ ഒരു സംഭവം ലീവ്-ഇൻ ക്രീം ഡൈല്യൂട്ടഡ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ അവളുടെ മുടീനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഫർദർ എന്തെങ്കിലും എങ്ങനെയാണ് ഓരോ ടോപ്പിക്സിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ വേറെ ഞാനിതുപോലെ ചിറ്റ് വീഡിയോ ആക്കിക്കൊണ്ടുവരാം. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.